ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അറൈസ് വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ ഈ കേക്ക് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനു മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾ എന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയതായിട്ട് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. വീഡിയോയിലോട്ട് പോവാം. ഈ ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇവിടെ എടുക്കുന്നത് 3 ടീസ്പൂൺ പൗഡർ ഷുഗറാണ്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 3 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ വേണം ഇത് മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 5 ടീസ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാനൊരു 7 ടീസ്പൂൺ പാലാണ് ചേർക്കുന്നത്. അതിനുശേഷം ഒരു 5 തുള്ളി വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കിത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ബട്ടൺ ഇഡ്ഡലിയുടെ തട്ടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ ഇഡ്ഡലി തട്ടും എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ബാറ്റർ 1 സ്പൂണിൽ എടുത്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ എടുക്കേണ്ട, ഒരു 1/4 സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇനി നമുക്കൊരു കടായിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് 5 മിനിറ്റ് അടച്ചു വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഇഡ്ഡലി തട്ട് അതിനകത്തേക്ക് വെച്ച് അടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സും കാഷ്യൂസും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം നമുക്കിത് വേവിച്ചെടുക്കാൻ. പതിനഞ്ച് മിനിറ്റ് ആയിക്കഴിഞ്ഞു. നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷന് വേണ്ടി ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്ത് കൊടുക്കാം. ചൂടാറിയ ശേഷം നമുക്ക് ഇതിൽ നിന്ന് പതിയെ കേക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു സ്പോഞ്ചി ടെക്സ്ചറായിട്ടാണ് ഈ കേക്ക് ഇവിടെ ഉള്ളത്. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കേക്ക് റെസിപ്പി കൂടിയാണ്. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നോട് കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ അറൈസ് വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. ഇനിയും ഇതുപോലുള്ള നല്ല കുറേ വീഡിയോസുകളുമായി കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.